കോൺഗ്രസ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അധികാരത്തിൽ വന്നത് ജനങ്ങളുടെ അടിയന്തരാവസ്ഥയെ ഭയപ്പെട്ടതുകൊണ്ടാണ്. അടിയന്തരാവസ്ഥ പിൻവലിച്ചാലും അതിവിടെ ഉണ്ട് എന്ന് തോന്നലുകൊണ്ടാണെന്ന് അങ്ങ് പറഞ്ഞത്. എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല. അടിയന്തരാവസ്ഥ പിൻവലിച്ച ആളുകളെയൊക്കെ ജയിലിൽ നിന്ന് വിട്ടു കഴിഞ്ഞു. അവരെല്ലാം ഫ്രീ ആയി. ഞങ്ങളിപ്പം CPM-ൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിനെ മൊത്തം ജൂൺ 25 രാത്രി അറസ്റ്റ് ചെയ്തു. 11 പേരെ അറസ്റ്റ് ചെയ്തു. അവരാരും ഇല്ലായിരുന്നു അടിയന്തരാവസ്ഥയിലൂടെ. അവരെ എല്ലാം അടിയന്തരാവസ്ഥ പിൻവലിച്ച് 78 ആയപ്പോഴത്തേക്ക് അവരെല്ലാം 28ാമത്തെ മാസം അവരെല്ലാം പിൻവലിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഐക്യമുന്നണിയായിട്ട് മാത്രമേ 57-ന് ശേഷം അധികാരത്തിൽ എല്ലാവരും വന്നിട്ടുള്ളൂ. മുസ്ലിം ലീഗും CPI-യും കോൺഗ്രസും കൂടി ചേർന്നാൽ അതൊരു ഭൂരിപക്ഷമാണ്. ഇപ്പം CPI ഇല്ല, LDF-ൻ്റെ കൂടാണ്. മുസ്ലിം ലീഗ് അപ്പുറത്തുള്ളൂ. അപ്പോഴും മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം UDF അല്ലേ, മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് മാത്രമല്ലേ. അപ്പോൾ വോട്ട് വീഴുന്നത് അങ്ങനെയാണ്. അടിയന്തരാവസ്ഥയെപ്പറ്റിയുള്ള ഭയമൊക്കെ പോയി. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് നേരത്തെ മാഡം പറഞ്ഞതുപോലെ അതിനെതിരായുള്ള ചിന്താഗതി താഴെ വിഭാഗം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ. അതാണ് പ്രധാന പ്രശ്നം. അങ്ങനൊരു ആശയ സമരമോ പ്രത്യക്ഷ പ്രക്ഷോഭണമോ ഒന്നും കേരളത്തിൽ ഉണ്ടായില്ല. അതിന് കാരണം ഇവിടെ ബഹുമാന്യ അച്യുതമേനോനും ഇവരെല്ലാവരും കൂടി ചേർന്ന് ഭരിക്കുന്ന ഗവൺമെൻറ് വേറൊരു തരത്തിലത് കൈകാര്യം അതിനെ പൊളിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതല്ലേ. അത് കഴിഞ്ഞ് 77 കഴിഞ്ഞ് 80 ആയപ്പോൾ വന്നല്ലോ. CPI ഇപ്പുറത്ത് വന്നപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നല്ലോ. 87 വന്നല്ലോ, 86 91 വന്നല്ലോ. ഇതൊക്കെ വന്നില്ലേ. 96 2001 വന്നല്ലോ, 2006 2015 വന്നല്ലോ. ഇപ്പോൾ വീണ്ടും 2 തവണ വന്നല്ലോ. അപ്പോൾ ഇത് ഐക്യമുന്നണി എന്നൊരു പ്രശ്നമുണ്ട്. അടിയന്തരാവസ്ഥയെ പിന്തുണച്ചവരും അടിയന്തരാവസ്ഥ എതിർത്തവരും ഒരുമിച്ച് വന്നു പിന്നീട്. അപ്പോൾ അധികാരത്തിൽ വന്നു. അല്ലാതെ ഈ ഐക്യമുന്നണിയെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നു എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രവർത്തനം ഉണ്ടായില്ല. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച തരത്തിലുള്ള ഒരുപാട് പ്രവർത്തന രീതിയുണ്ട്. ലോകത്ത് മുഴുവൻ സാർ ചക്രവർത്തിക്കെതിരെ ജനങ്ങളുടെ പ്രവർത്തിച്ചല്ലേ സാറിനെതിരെ വിപ്ലവം നടത്തിയത്. പേടിച്ച് വീട്ടിയിരിക്കുകയായിരുന്നു. അമ്മ എന്ന് പറയുന്ന മാക്സിം ഗോർക്കിയുടെ നോവൽ വായിച്ചു നോക്കിയാൽ അവർ എങ്ങനെയാണ് സന്ദേശം എത്തിച്ചതെന്ന്. തലമുടിക്കകത്തൊക്കെ ഒളിപ്പിച്ച് വെച്ചാണ് എത്തിച്ചത്. പുന്നപ്രവേലാർ സമരകാലത്ത് ആലപ്പുഴയിലെ സ്ത്രീകൾ, കമ്മ്യൂണിസ്റ്റ് സ്ത്രീകൾ തലമുടിക്കകത്ത് സന്ദേശങ്ങൾ ഒളിപ്പിച്ച് വെച്ച് ആലപ്പുഴയിൽ നിന്ന് നടന്ന് കാർത്തികപ്പള്ളി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് വില കൊടുത്തും നമ്മുടെ ഉദ്ദേശം സാധിക്കണം എന്ന മറ്റുള്ള പ്രവർത്തനമൊന്നും അടിയന്തരാവസ്ഥക്കെതിരായിട്ട് നടന്നില്ലല്ലോ കേരളത്തിൽ. ഞങ്ങളുടെ ഒരു പ്രക്ഷോഭണം നടന്ന ശേഷം വല്ല വിദ്യാർത്ഥികളും പ്രക്ഷോഭണം നടത്തിയോ? ഞങ്ങളുടെ പ്രക്ഷോഭണത്തെ പിന്തുണച്ച് ആരും പ്രസ്താവന കൂടി ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡായ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ സ്വയംവിമർശനം നടത്തുക. പക്ഷേ ഇനി അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അധികാരത്തിലുള്ള വർഗീയ ഊന്നിയുള്ള ഈ ഭരണവർഗം അവർക്ക് ഭരണഘടനയൊക്കെ ഒരു മറ മാത്രമാണ്. നാളെയും അവർക്ക് 3/2 ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർ ചെയ്തുകൂടാന്നില്ല. ഇപ്പോൾ ജനാധിപത്യമൊക്കെ പറഞ്ഞാലും അത് ഭരണവർഗത്തിൽ BJP ആയാലും കോൺഗ്രസ് ആയാലും ഒരേ വർഗമാണെന്നുള്ള കാര്യമാണ് ഉറപ്പിച്ച് ഞാൻ പറയുന്നത്. പാർട്ടി വ്യത്യാസമായിരിക്കും, വർഗം ഒന്നാണ്, വർഗ നയങ്ങൾ ഒന്നാണ്. അതിനെ ചെറുക്കാനുള്ള ഭേദിക്കാനുള്ള ശക്തിയൊന്നും ഇവിടുത്തെ ഇടതുപക്ഷ തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിൽ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളത് ഓർമ്മില്ല. ഞാൻ അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. സ്വയം വിമർശനവും കൂടെ ചേർത്താണ് പറഞ്ഞത്.